നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. ജനാധിപത്യ വിരുദ്ധം, ഇങ്ങനെയൊന്നും പ്രസംഗിക്കാൻ പാടില്ല, ഈ പ്രസംഗത്തിന് വിലക്കണം എന്ന് ഒരു മന്ത്രിക്കെതിരെ ഇവിടുത്തെ UDFകാരെല്ലാം കൂടെ ഒരുമിച്ച് പ്രക്ഷോഭം നടത്തുന്നു. ആ മന്ത്രിയുടെ പേര് മറ്റൊന്നുമായിരുന്നില്ല, കെ രാജൻ എന്നായിരുന്നു, CPIയുടെ നേതാവ്. എവിടെയാണ് പ്രസംഗിച്ചതെന്നറിയോ? അങ്ങ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പുനരധിവാസത്തിനായി നടപ്പിലാക്കിയ ടൗൺഷിപ്പിൻ്റെ 1ാം ഘട്ട ഉദ്ഘാടനം, അതായത് വീടുകൾ കൈമാറുന്ന ദിവസം അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. നമ്മളെല്ലാവരും കേട്ടു. വെറുതെ കല്ല് വെച്ചിട്ട് പോകാൻ വേണ്ടി വന്നവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞ ഒരു പ്രസംഗം. വളരെ ഹൃദയാവർജകം എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മളെ ഒരുപാട് ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു. കല്ലിന് മുകളിൽ കല്ല് വെച്ച്, അതിന് മുകളിൽ കല്ല് വെച്ച് വീടുകളാക്കിയിട്ടേ ഞങ്ങൾ ഈ ചുരമിറങ്ങൂ എന്ന് പറയുന്ന ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു പ്രസംഗമുണ്ടായിരുന്നു കെ രാജൻ എന്ന് പറയുന്ന മിനിസ്റ്ററുടെ. കെ രാജൻ എന്നൊക്കെ നമ്മൾ മന്ത്രിമാർ ബാക്കി ഇഷ്ടമുള്ളവരെല്ലാം അദ്ദേഹത്തെ രാജേട്ട എന്ന് വിളിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന ഒരു നേതാവ്. അതാണ് കെ രാജൻ എന്ന് പറയുന്ന ഒല്ലൂരുകാരനായ നേതാവ്. ഒല്ലൂരിൽ നിന്നാണ് അദ്ദേഹം ഇത്തവണയും ജനവിധി നേടുന്നത്. ആ നേതാവിനെ ഇനിയും മറുത്തു പറയാനൊന്നുമില്ല. കാര്യം അവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും പട്ടയം കൊടുക്കുന്നത് വരെ അദ്ദേഹം ചെയ്തു. ഏകദേശം കഴിഞ്ഞ 10 വർഷത്തെ കാലയളവിൽ 5 ലക്ഷം ആളുകൾക്ക് ആണ് ഈ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ പട്ടയം ലഭിച്ചത്. അന്ന് മുണ്ടക്കൈ ചൂരൽമല ആ ഒരു ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എന്നുകൊണ്ട് കെ രാജൻ അങ്ങനെ ഒരു പ്രസംഗം നടത്തിയപ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം പിന്നീട് പറഞ്ഞു, ഇവിടുത്തെ അവസാന ആളിനും വീട് സമ്മാനിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ ചുരമിറങ്ങുകയുള്ളൂ എന്ന് വളരെ ശക്തിമത്തായ വാക്കുകളായി അദ്ദേഹം പറഞ്ഞിരുന്നു. അവിടെ വികാരനിർഭരമായ നിരവധി രംഗങ്ങൾക്കാണ് അന്ന് സാക്ഷ്യം വഹിച്ചത്. പക്ഷേ അന്ന് കോൺഗ്രസ്സുകാരായിരുന്നെങ്കിൽ അത് റീലുകളാക്കി പോസ്റ്റ് ചെയ്തേനെ. വാസ്തവം അതാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിപ്പോയിടത്തേക്ക് ആ രാജൻ എന്ന് പറയുന്ന മന്ത്രി ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയുകയും അദ്ദേഹത്തിന് കണ്ണുകൾ നിറഞ്ഞു പോകുന്നു. ആ കാഴ്ചകളൊക്കെ ഒരുപക്ഷെ ഇന്ന് കോൺഗ്രസ്സുകാരാ ചെയ്തെങ്കിൽ ഒപ്പം ഒരു 10-25 PR വർക്കുകാരെയും ക്യാമറക്കാരെയും കൂടെ ഒപ്പം കൂട്ടിയിട്ട് അവിടെ നിന്നുണ്ടാകുന്ന റീൽസുകളായി ചിത്രീകരിച്ച് പുറം ലോകത്തെ കാട്ടിയേനെ. പക്ഷേ കെ രാജൻ എന്ന് പറയുന്ന ആ മന്ത്രി അതിനൊന്നുമല്ല നിന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി, കണ്ണുകൾ തുടച്ചുപോയി അദ്ദേഹം. അതാണ് ഒരു പച്ചയായ മനുഷ്യൻ്റെ ഒരു യഥാർത്ഥ രൂപമാണ് നമ്മൾ കെ രാജൻ എന്ന് പറയുന്ന മന്ത്രിയിലൂടെ അവിടെ നിന്ന് കണ്ടത്. ഇനി അദ്ദേഹം മന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? കല്ലിന് മുകളിൽ കല്ല് വെച്ച്, അതിന് മുകളിൽ കല്ല് വെച്ച് വീട് നിർമ്മിക്കും, അല്ലാതെ വെറുതെ കല്ലിട്ടിട്ട് പോകാൻ വന്നവരല്ല ഞങ്ങൾ എന്ന് ആ മന്ത്രി പറഞ്ഞതിൽ എവിടെയാണ് തെറ്റ്? ഒരു തെറ്റുമില്ല. ഇപ്പോഴും നമുക്കറിയാം, അവിടെ വയനാട് ആ സ്ഥലത്ത് കുന്നംപറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് കോൺഗ്രസ്സുകാർ കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ് ഏകദേശം 26-ാം തീയതി ഒരു കല്ലിടിയിൽ ചടങ്ങ് നടത്തിയിട്ടുണ്ടായിരുന്നു. കല്ലിടിയിൽ ചടങ്ങല്ല, ശില തുറന്ന് കാണിക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നതായിരിക്കും ശരി. അവിടെ പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അതോടെ ചിത്രം പതിച്ച അല്ലെങ്കിൽ ആ പേര് ആലേഖനം ചെയ്ത ആ ശില തുറന്ന് കാണിക്കൽ ചടങ്ങുണ്ടായിരുന്നു. അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് പൊടിച്ചത്. വയനാട്ടിൽ കൊണ്ടുവന്ന് പണം മുടക്കുന്നതിന് UDFകാർക്ക് യാതൊരു മടിയില്ല. ഇടയ്ക്കൊരു പഠന ശിബിരം നടത്തി ഏകദേശം 7 കോടി രൂപയാണ് അവിടെ പൊടിച്ചു കളഞ്ഞത്. ഏറ്റവും ഒടുവിൽ അത്രയും കോടിക്കണക്കിന് രൂപ അവിടെ പൊടിച്ച് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞ് കനകോലിൻ്റെ ഒരു റിപ്പോർട്ടും പുറത്തു വന്ന ദിവസമായിരുന്നു ആ കോടിക്കണക്കിന് രൂപ പൊടിച്ചത്. അതിനുശേഷം ഈ വയനാട്ടുകാരുടെ മുന്നിൽ നിന്നുകൊണ്ട് അടുത്ത നാടകം കളി രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ സഹോദരി പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വന്നു നിന്നുകൊണ്ട് നടത്തിയ ഒരു പ്രഖ്യാപനം. അവിടെ ഞങ്ങൾ എന്തോ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്, ഏതാണ്ട് 3.25 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്, ഇനി ഞങ്ങൾ ഏകദേശം ഒരു 7 ഏക്കർ സ്ഥലം കൂടെ ഞങ്ങൾ എടുക്കുന്നുണ്ട്, ഇതെല്ലാം കൂടെ ചേർത്തൊരു 8-10 ഏക്കർ സ്ഥലം ഞങ്ങളിവിടെ മേടിക്കും, അവിടെ ഞങ്ങളെല്ലാം കൂടെ വീട് ഇപ്പോൾ അങ്ങ് വെച്ച് തരും, അവിടെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ കല്ലിടിയിൽ നടത്തും. എന്നിട്ട് നാളിതുവരെയായി മേപ്പാടി ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു പേപ്പർ പോലും, അതായത് ഞങ്ങൾ എന്താണ് കോൺഗ്രസ് പാർട്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു പേപ്പർ പോലും മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉളുപ്പില്ലായ്മ. എന്നിട്ട് നാണമില്ലാതെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വോട്ട് തണ്ടാൻ നാണമുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. ഇത്രയ്ക്ക് തൊലിക്കട്ടിയുള്ള ഒരു പാർട്ടിക്കാരാണോ ഈ കോൺഗ്രസ്സുകാർ? നാണമില്ല. എത്ര ആവർത്തി പറഞ്ഞു ഞങ്ങളിപ്പോൾ ഉടനെ വീട് വെച്ച് കൊടുക്കും, 10 ദിവസത്തിനകത്ത് തറക്കല്ലിടിയിൽ നടക്കുമെന്നാണ് പറഞ്ഞ്. എന്നിട്ട് 10 ദിവസവും കഴിഞ്ഞ് 1 മാസവും കഴിഞ്ഞ് എവിടെയാണ് തറക്കല്ല്? ആ സ്ഥലത്ത് അന്ന് ഉപേക്ഷിച്ചിട്ട് പോയ എല്ലാ സാധനങ്ങളും ഇപ്പോഴും അതുപോലെ തന്നെ അവശേഷിക്കുന്നു. ആകെപ്പാടെ ചിലവായത് കുറേ എംസാൻഡിൻ്റെ കുറേ മെറ്റൽ പൊടിക്കോ കുറച്ച് പൈസ ചിലവായിട്ടുണ്ട്, അല്ല അതിനപ്പുറത്തേക്ക് വേറെ തുകയൊന്നും ചിലവായിട്ടുമില്ല. പിന്നെ ഈ ലക്ഷക്കണക്കിന് രൂപ പൊടിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് അവരുടെ ഫ്ലൈറ്റിനുള്ള ചാർജുകൾ മാത്രമേ ചിലവായിട്ടുള്ളൂ. അവരിവിടെ വരെ കൊണ്ടുവന്ന് പാർപ്പിക്കാനും അവർക്ക് താമസ സൗകര്യം ഒരുക്കാനും ഒക്കെ. ഇങ്ങനെ കോമഡി കാണിച്ച് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്
ഈ UDF എന്ന് പറയുന്ന അല്ലെ കോൺഗ്രസ് എന്ന് പറയുന്ന നേതാക്കന്മാർക്കുള്ള ഒരു തൊലിക്കെട്ടി അപാരം തന്നെ എന്ന് പറയേണ്ടി വരും. അത്യപാരം. പാവപ്പെട്ടവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഈ കോമാളിത്തരം കാണിക്കാൻ, എന്നിട്ട് നാണമില്ലാതെ ഈ KC വേണുഗോപാൽ അടക്കമുള്ളവർ കാണിച്ച നാണമില്ലാത്ത PR വർക്കിനെ കുറിച്ച് ഓർക്കുമ്പോൾ സത്യം ഒരു കേരളീയർ ഏതൊരുത്തരുണ്ടെങ്കിലും അവൻ്റെ തൊലി ഉരിഞ്ഞു പോകും. തമാശയല്ല. പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അവിടെ പോയി നിന്നിട്ട് അവർ കഴിക്കാൻ കൊണ്ടുവന്ന് കപ്പ വാരി തിന്നുക. ഇതും പോരാതെ പാവപ്പെട്ടവർ എവിടെന്നെങ്കിലും കടമൊക്കെ മേടിച്ച് കാശ് കൊണ്ട് 1 കിലോ കപ്പയും മേടിച്ച് പുഴുങ്ങാൻ ചെല്ലുമ്പോൾ അവരുടെ അടുക്കള കയറി ചെന്ന് കപ്പ എടുത്ത് തിന്നുക. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഗ്യാസിൻ്റെ വില വർധനവിനെ കുറിച്ച് പറയുക. എന്നിട്ട് ഈ ഗ്യാസിൻ്റെ വില കുറയ്ക്കാൻ വേണ്ടി ഈ മഹാനുഭാവൻ എന്താണാവോ ആ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സമരങ്ങൾ? എന്തെങ്കിലും സമരം നടത്തിയിട്ടുണ്ടോ ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവ്? KC നടത്തിയ സമരമല്ല, അവിടെ പോയിരുന്നുണ്ട് പാർലമെന്റ് മുമ്പിൽ നിന്നുകൊണ്ട് പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടുമായിരുന്നു. ഇതിലെ അവർക്കറിയാവൂ. എന്നിട്ട് പോറ്റിയെ കയറ്റിയത് ആരാണെന്നും ആ പോറ്റിയെ അതിൻ്റെ ഉത്തരവാദികൾ ആരാണെന്നും എവിടെയൊക്കെ പോറ്റി കയറിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ പിന്നീട് മാധ്യമങ്ങളുടെ പുറത്ത് വന്നപ്പോൾ ആകപ്പാടെ കളം മറിഞ്ഞുപോയി. അതാണ് പറ്റിപ്പോയ അബദ്ധം. ഇതൊക്കെ കോൺഗ്രസ്സുകാർക്ക് പറ്റിയ പണിയാണ്. എന്നിട്ട് ഈ വയനാട്ടുകാരെ ഇങ്ങനെ നാണമില്ലാതെ പറ്റിച്ചിട്ട് അവരുടെ മുന്നിൽ നിൽക്കാൻ എന്നിട്ട് പറയുകയാണ് രാജൻ പ്രസംഗിച്ചത് തെറ്റായിപ്പോയി എന്ന്. രാജൻ പറഞ്ഞത് വാസ്തവമാണെന്നേ മന്ത്രി പറഞ്ഞത് വാസ്തവമാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള, അദ്ദേഹം ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ചൂടിലാണ്. ആ പ്രചരണ ചൂടിനിടയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കൊള്ളുന്ന ഒന്നാണ്. അതായത് ഒരു സ്ത്രീയുടെ മോതിരം കളഞ്ഞു പോയ കഥ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഭർത്താവ്, ആ സ്ത്രീയുടെ ഭർത്താവ് ഉപയോഗിച്ചിരുന്ന ഒരു മോതിരം, അത് ഭർത്താവ് മരിച്ചുപോയി, എല്ലാവരും മരിച്ചുപോയി. ഒടുവിൽ ആ മോതിരം കണ്ടെത്തി കൊടുത്തതിന് ശേഷം ഒടുവിൽ ആ സ്ത്രീ മോതിര വിരൽ ഉയർത്തി കാണിച്ചപ്പോൾ ആ സ്ത്രീയുടെ പേര് വിളിക്കാൻ മാത്രം അടുപ്പമുള്ള ഒരു നേതാവാണ് ഈ മന്ത്രി രാജൻ. അവിടെ ഈ പറയുന്ന പോലെ അദ്ദേഹം അവിടേക്ക് ചെല്ലുന്ന ഒരു മുണ്ടും കുത്തി എടുത്തുകൊണ്ട് ആ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ രാജൻ എന്ന് പറയുന്ന മനുഷ്യൻ വയനാടുകാരുടെ മുത്താണെന്ന് പറയേണ്ടി വരും. അത്രത്തോളം സ്നേഹത്തോടു കൂടിയാണ് ആ നാട്ടിലെ ആ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ അവിടുത്തെ അമ്മമാരും സഹോദരിമാരും എല്ലാം ആ മനുഷ്യനെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അത്രത്തോളം സ്നേഹവും വാത്സല്യവും. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൽ കൂടുതൽ പുണ്യം എന്താണ് വേണ്ടത്? ഇതിൽ കൂടുതൽ പ്രിവിലേജ് എന്താ വേണ്ടത്? ഇന്ന് വരെ ഇതുപോലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ UDFകാരൻ മന്ത്രിയെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മന്ത്രി രാജന് കിട്ടിയതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ മന്ത്രി ശിവൻകുട്ടിക്ക് കിട്ടുന്ന പോലെ ഒരു ചേർത്ത് പിടിക്കൽ, ജനത്തിൻ്റെ ചേർത്ത് പിടിക്കൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിട്ടുണ്ട് ചില ചേർത്ത് പിടിക്കൽ. അതിൻ്റെ കഥയൊക്കെ നമ്മൾ പുറത്തേക്ക് വായിക്കുകയും ചെയ്തതാണ്, കേൾക്കുകയും ചെയ്ത. അതല്ല, മനുഷ്യൻ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുകയാണ് അവിടെ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സ്ഫുരിച്ചു നിൽക്കുന്നത് വെറും ഒരു രാഷ്ട്രീയക്കാരൻ്റെ കാപട്യമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹൃദയത്തിൽ തൊട്ടുള്ള വാക്കുകളാണ് മന്ത്രി രാജൻ ഇങ്ങനെ ജനങ്ങളോട് സംസാരിക്കുന്നത്. ഉത്സവപ്പറമ്പിലാവട്ടെ എവിടെയാണെങ്കിലും അവിടെ രാജൻ എന്ന് പറയാൻ മന്ത്രിയുണ്ട്. എന്നിട്ട് ഇവരെ അത്രയും പേരെ അവിടെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി അവരെ അവിടെ കൊണ്ടെത്തിക്കാനും ഇതിനെ കോർഡിനേറ്റ് ചെയ്യാനും ശക്തനായ ഒരു നേതാവിൻ്റെ സാന്നിധ്യവും നമുക്ക് അവിടെ കാണാം. ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ടൗൺഷിപ്പ് നിർമ്മിച്ച് ആ വയനാട്ടിലുള്ള സാധാരണക്കാരുടെ കയ്യിലേക്ക് നിങ്ങൾ കയറി താമസിച്ചോളൂ എന്ന് പറയുന്നു. എന്നെ നഷ്ടപ്പെട്ടു പോയ മകളാണ് എൻ്റെ വീട് എന്ന് പറയുന്ന ഒരു അത്രയും നിരാലംബയായ ഒരു അമ്മയുടെ കരച്ചിൽ പോലും അത് ഹൃദയത്തിൽ താങ്ങാൻ കഴിയാത്ത ഒരു നേതാവായി മാറുകയാണ് രാജൻ. അപ്പോൾ ഒല്ലൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലം ഇനി രാജനെ വിജയിപ്പിച്ചില്ലെങ്കിൽ പിന്നെ മറ്റാരെയാണ് അവിടെ ഒല്ലൂരിൽ വിജയിപ്പിക്കാൻ സാധിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. കഴിഞ്ഞ 2016 ഏകദേശം 13,248 വോട്ടുകൾക്കാണ് രാജൻ വിജയിച്ചതെങ്കിൽ 2021 എത്തിയപ്പോൾ ഏകദേശം അത് 21,506 വോട്ടുകളായി മാറുകയാണ്. ഇത് എന്തുകൊണ്ടാണ്? ജനകീയത എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ജനങ്ങളോട് പെരുമാറാൻ കഴിയുക, ഇതുപോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കൽ അർഹനായ ഒരു നേതാവായി മാറുക എന്ന് പറഞ്ഞാൽ അപൂർവം ചിലർക്ക് കിട്ടുന്ന ക്വാളിറ്റിയാണ്. അത് രാജനെ പോലെ ഒരു മന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തവണ 21,506 വോട്ടുകൾക്കാണ് 2021 ഒല്ലൂരിൽ നിന്ന് രാജൻ വിജയിച്ച് കയറിയതെങ്കിൽ ഇത്തവണ അതും കടക്കും, 25 കടക്കും, 30 കടക്കും. അപ്പോൾ ശക്തമായ ഭൂരിപക്ഷത്തോടു കൂടി മന്ത്രി രാജൻ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം അങ്ങനെ അത്ര പോസിറ്റീവ് വൈബാണ് ഒരുപക്ഷെ രാജൻ ജനങ്ങൾക്ക് പകർന്നു നൽകുന്നതെന്ന് പറയേണ്ടി വരും. എന്തിനേറെ പറയാൻ, വയനാട്ടിലെ ആ ഒരു അനുഭവം മാത്രം അദ്ദേഹം ഏത് വേദിയിൽ സംസാരിച്ചാൽ മതി. അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചവരുടെ കഥകൾ, അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചപ്പോൾ അദ്ദേഹം ഒപ്പിക്കൊടുത്ത കണ്ണീരിൻ്റെ കഥകൾ, ഇത്രയൊക്കെ പറഞ്ഞാൽ മതിയാവും അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.